കലകളുടെ പെർഫോമൻസിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാം. അതിൽ നിങ്ങളെ ബാധിക്കരുത്. നിങ്ങൾ മറ്റൊരാളുമായി നിങ്ങളെ നിങ്ങളെ തന്നെ നിങ്ങൾ കമ്പയർ ചെയ്യണം. നിങ്ങളുടെ ഇന്നിനെ നിങ്ങളുടെ നാളെയുമായി കമ്പയർ ചെയ്യണം. ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. എനിക്ക് ഇന്ന് വേണ്ട പോലെ പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല എന്ന് മനപ്രയാസമുള്ള കുട്ടികളെയാണ് എനിക്ക് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് എന്ന് വീണിട്ടുണ്ട്. ഈ നിമിഷം, പവർ ഓഫ് നൗ, ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, മനുഷ്യന് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് എങ്കിൽ കലകളുടെ ഉത്സവം നമുക്ക് തീർച്ചയായിട്ടും വലിയ ആഘോഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. വിവിധ കലകൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അനേക കലകൾ പുണ്യപുരാണങ്ങളിൽ തൊട്ട് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ തൊട്ട് കലകളുടെയും സംഗീതത്തിന്റെയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ സമുദായങ്ങളും മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കലാരൂപങ്ങളുണ്ട്. ഒപ്പനയുണ്ട്, മാപ്പിളപ്പാട്ടുണ്ട്, മാർഗംകളിയുണ്ട്, പരിചമുട്ടുകളിയുണ്ട്, തിരുവാതിരയുണ്ട്. അപ്പോൾ ഈ കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. കലകൾ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാവരും ഈ മേള ഭംഗിയാക്കാൻ വേണ്ടി ഒത്തിരി സഹായങ്ങൾ നമുക്ക് ചെയ്തു തന്നു. ഇങ്ങനെ ഒരു സ്കൂളിൽ വന്ന് നമുക്ക് ഈ മേള നടത്താനും മേള വളരെ വിജയകരമായി പൂർത്തിയാക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം മുരിക്കാശ്ശേരി സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കൂളിൻ്റെ മാത്രം ആഘോഷമല്ല, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് നാടിൻ്റെ തന്നെ ആഘോഷമായിരുന്നു എന്ന്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ഏറെ പ്രിയങ്കരിയായ DD മാഡം, ഇന്ന് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ശ്രീ ഷൈജു P. ജേക്കബ്, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഈ സ്കൂളിൻ്റെ മാനേജർ വെരി റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വടക്കൻ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ,